എന്തോ ഒരു കാര്യം കാത്തിരിക്കുകയല്ലേ. ഇവിടെ നിന്നൊന്നും അനങ്ങുന്നില്ലല്ലോ കർത്താവേ, ഇവിടെ സ്റ്റില്ലായി പോയല്ലോ ഈശോയെ എന്ന് വിചാരിച്ചിരിക്കുകയല്ലേ. അടുത്ത ചുവട് വയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആവതില്ലാതെ കേണ് പ്രാർത്ഥിക്കുന്ന നേരമല്ലേ ഈ നേരത്ത് ഓർക്കേണ്ടത്, വെയിറ്റിംഗ് ഇസ് നോട്ട് എ ടൈം ഫോർ ഡിസപ്പോയിന്റ്മെന്റ്. കാത്തിരിപ്പിന്റെ നേരം നിരാശയുടെ നേരമല്ല. ദൈവം നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ മുമ്പേ ഉണ്ട്, നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ വേഗതയിലല്ല കാര്യങ്ങൾ നടക്കേണ്ടത്, ദൈവത്തിന്റെ വേഗതയിലാണ്. ദൈവം നമ്മളെ നയിക്കുന്നത് ഓരോ ചുവടാണ്, ഓരോ ചുവട്. നിങ്ങൾ തിരക്ക് പിടിക്കരുത്. നാളെ എത്ര ദൂരമുണ്ട്, നാളത്തെ ചലഞ്ചസ് എന്തൊക്കെയാണ്, നാളെ എവിടെയാണ് ക്യാമ്പ് ചെയ്യേണ്ടത് ഒന്നും നമുക്കറിയില്ല. വെയിറ്റിംഗ് ഈസ് ഹോളി, വെയിറ്റിംഗ് ഈസ് വർഷിപ്പ്. ഈ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇതുപോലെ നമ്മുടെ ഒപ്പമുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് യാത്രയ്ക്ക് സൗന്ദര്യമുള്ളത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നവംബർ 16 ഞായർ, പള്ളിക്കൂദാശ കാലത്തിന്റെ 3ാമത്തെ ഞായർ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചനഭാഗങ്ങൾ: 1-ാം വായന സംഖ്യയുടെ പുസ്തകം, സംഖ്യ 9-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 2-ാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ലേഖനം ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിന്റെ 9-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. പള്ളിക്കൂദാശ കാലത്തിന്റെ ഞായറാഴ്ചകൾ, ഈ കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലെ വായനകളിലൂടെ ധ്യാനിച്ചവർ, പ്ലസ് 364 കേട്ടവർക്കറിയാം, ദേവാലയമാണ്, സഭയാണ് ആഗമനമുള്ളത്. പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം, സമാഗമ കൂടാരം, സോളമന്റെ ദേവാലയം, അത് ഈശോയിലേക്ക് വളരുന്നത്, സഭയിലേക്ക് അത് പടരുന്നത്. ഇതാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ധ്യാനിച്ചത്. ഇന്നത്തതും സമാനമായ ഒന്നാണ്, അതേ പാറ്റേൺ ആണ്. തുടങ്ങുന്നത് സംഖ്യയുടെ പുസ്തകത്തിൽ വാഗ്ദാന പേടകം, സമാഗമ കൂടാരം പറഞ്ഞ്, പിന്നെ മെല്ലെ യെശയ്യായിലൂടെ അത് സുവിശേഷം എത്തുമ്പോഴേക്കും ഈശോയുടെ ദേവാലയ ശുദ്ധീകരണമാണ്. യോഹന്നാൻ സുവിശേഷം അനുസരിച്ചുള്ള ഈശോയുടെ ദേവാലയ ശുദ്ധീകരണത്തിന് സിനോപ്റ്റിക്സിൽ നിന്ന് വ്യത്യാസമുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാനിലെ വിശദീകരണവുമായി വ്യത്യാസമുള്ളത് എന്താണ്? സിനോപ്റ്റിക്സിൽ അവസാനമാണ് ഈശോ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ജെറുസലേം യാത്രയുടെ സമാപനത്തിലാണ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ യോഹന്നാൻ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈശോ ക്ലെൻസിങ് ഓഫ് ടെമ്പിൾ അത് എഴുതിയിരിക്കുകയാണ് യോഹന്നാൻ. അതിനൊരു പ്ലാൻ ഉണ്ട്. കാരണം ഹിയർ ഈസ് ദ ടെമ്പിൾ, യഥാർത്ഥ ദേവാലയം ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു, യഥാർത്ഥ ബലി കുഞ്ഞാണ് ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. നമ്മൾ ആ ഭാഗം മുമ്പ് എപ്പോഴൊക്കെ ധ്യാനിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ പതിവ് ചെയ്തതുപോലെ ആ ത്രെഡ് അല്ല, 4 വായനകളുടെ ആ ചരടല്ല. കാരണം അത് കഴിഞ്ഞ തവണ 2 ആഴ്ചകളിലായിട്ട് പറഞ്ഞതുമായിട്ട് സാമ്യം വരികയും അതൊരു കൈൻഡ് ഓഫ് ആവർത്തനമായി മാറാനും സാധ്യത ഉള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ 1-ാം വായന നമ്മൾ അധികം ചെയ്യാറുള്ളതല്ലല്ലോ. പലപ്പോഴും നമ്മൾ സുവിശേഷമാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ 4 വായനകളുടെ ചരടായിരിക്കും, ത്രെഡായിരിക്കും. ഇന്ന് നമ്മൾ കുറെ കൂടെ സ്ട്രെസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അതിനെ ബൈബിളിന് ആകമാനമുള്ള സന്ദേശവുമായിട്ട് ബന്ധപ്പെടുത്തും. പക്ഷെ 1-ാം വായന സുന്ദരമാണത്. സംഖ്യയുടെ പുസ്തകം 9-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ആ ഭാഗം വായിച്ചാലും തെറ്റില്ല. എല്ലാവരും എടുത്തു വെക്കുകയും ഒരു പേന എടുത്ത് അടയാളപ്പെടുത്തുകയും ചെയ്യണം. മേഘമാണ് സംസാര വിഷയം. മേഘം. സാക്ഷ്യകൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു. അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു. 17ഉം 18ഉം വാക്യങ്ങളാണ് കൃത്യം. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയം അടിക്കും. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയം അടിച്ചു. മേഘമാണ് ഡിസൈഡിങ് ഫാക്ടർ. അവരുടെ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ മേഘം. നമുക്കും ഇന്ന് ആ മേഘത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഒരുങ്ങാം. എന്താണ് ഈ മേഘം? ആക്ച്വലി വിസിബിൾ പ്രസൻസ് ഓഫ് ഇൻവിസിബിൾ ഗാഡ്. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ അടയാളം, സാന്നിധ്യത്തിൻ്റെ വെളിപ്പെടുത്തൽ ആണ് മേഘം. നമ്മൾ കൂദാശകളെ കുറിച്ചൊക്കെ പറയാറില്ലേ? കൂദാശകളുടെ ക്ലാസിക്കൽ ഡെഫിനിഷൻ അദൃശ്യമായ കൃപയെ സൂചിപ്പിക്കുന്ന ദൃശ്യമായ അടയാളം. അതുപോലെ തന്നെ എടുത്തു നോക്കിക്കേ, അദൃശ്യനായ ഒരു ദൈവത്തെ ദൃശ്യമായി ഇവർക്ക് കാണാൻ പാകത്തിൽ ദൈവം തന്നെ ഇമ്മനൻ്റ് ആയിട്ട് അവരുടെ ഒപ്പം നിൽക്കുന്നതാണ് ഈ മേഘം. അത് ഇറ്റ്സ് എ സിംബൽ ഓഫ് ട്രസ്റ്റ്
ആശ്രയം വയ്ക്കുന്നതിൻ്റെ, സറണ്ടറിങ്, പൂർണ്ണമായും ദൈവത്തിന് മുമ്പാകെ കീഴടങ്ങി നിൽക്കുന്നതിൻ്റെ, ഒപ്പം തന്നെ ഒരു ദൈവിക പരിപാലനയുടെ, ദൈവിക ഡിവൈൻ ഗൈഡൻസിൻ്റെ ഒക്കെ പ്രതീകമാണ് മേഘം. അപ്പോൾ ഈ മേഘത്തെക്കുറിച്ച് നമ്മൾ 2-3 കാര്യങ്ങൾ, എന്താണ് ഈ മേഘം എന്ന് മനസ്സിലാക്കാൻ പോകണം. ഒന്ന്, ഇങ്ങനെ മനസ്സിലാക്കി പോണേ, പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക, ഇനി ഇത് കേട്ട് താഴെ കമൻറ്റിൽ കുറിച്ചിടാൻ പറ്റുന്നവർ കുറിച്ചിടുക. ഒന്നാമതായി മേഘം സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സാമീപ്യമാണ്. ഗോഡ്സ് നിയർനെസ്, ദൈവത്തിൻ്റെ സാമീപ്യം. ഷക്കീന എന്ന വാക്കാണ് മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം കൂടാരത്തിൻ്റെ മുകളിൽ നിറഞ്ഞു നിന്നു. ഷക്കീന, നമുക്ക് ഷക്കീന TV ഒക്കെ ഉണ്ട്, ചാനലൊക്കെ ഉണ്ട്. ഇതാണ് ആ ഷക്കീന എന്ന് മനസ്സിലാക്കണം. ഷക്കീന ഇവിടുന്ന് വരുന്നതാണ് ആ വാക്ക്. ദൈവത്തിൻ്റെ മഹത്വം കൂടാരത്തിൻ്റെ മുകളിൽ നിറഞ്ഞു നിന്നു. അതായത് ദൈവം നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ മുമ്പേ ഉണ്ട്, നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അറിയാം നമ്മൾ ഈ മേഘം ധ്യാനിക്കുന്നത്? ഇന്ന് നമ്മൾ ഈ മേഘത്തിൻ്റെ ഓരോ ഡയമെൻഷൻ ധ്യാനിച്ചു പോകുമ്പോൾ ഓർക്കേണ്ടത്, ക്രിസ്ത്യൻ ലൈഫ് ഈസ് ഓൾ അബൌട്ട് എ ജേർണി. ക്രിസ്തീയ ജീവിതം യാത്രയാണ്. ഈ യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതുപോലെ നമ്മോടൊപ്പമുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് യാത്രയ്ക്ക് സൗന്ദര്യമുള്ളത്. ഇങ്ങനെ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം, വിത്ത് അസ്, എഹഡ് ഓഫ് അസ്, നമ്മുടെ മുമ്പേ, സറൗണ്ടിങ് അസ്, നമ്മളെ പൊതിഞ്ഞ് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ മേഘം ഒന്നാമതായി സൂചിപ്പിക്കുന്നത് ഗോഡ്സ് നിയർനെസ്, ദൈവത്തിൻ്റെ സാമീപ്യം. രണ്ടാമത്തത് ഗോഡ്സ് ഗൈഡൻസ്. ദൈവത്തിൻ്റെ ഈ ഗൈഡൻസ് ഉണ്ടല്ലോ, നമുക്ക് നിർദ്ദേശം നൽകി നമ്മളെ നയിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനം, ആ ഗോഡ്സ് ഗൈഡൻസിൻ്റെ നല്ല ഉദാഹരണമാണ് മേഘം. അതായത് നിങ്ങൾ നോക്കിക്കേ, മേഘം ഇടയ്ക്ക് നീങ്ങി, ഇടയ്ക്ക് നിന്നു, ഇടയ്ക്ക് താന്നിറങ്ങി വന്നു, ഇടയ്ക്ക് ഉയർന്നു. ഇതാണ് ഇസ്രായേലിൻ്റെ യാത്രയുടെ ഗൈഡിങ്. ഇതേലാണ് ഇസ്രായേൽ മുമ്പോട്ട് നടന്നത്. ഇസ്രായേൽ തീരുമാനിച്ചില്ല എപ്പം പോകണം. അപ്പം നേതാവ് രാവിലെ എഴുന്നേറ്റ് രാവിലെ 7 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ, നമുക്ക് സമയമില്ല. ഇല്ല, ദേ വെയിറ്റഡ്. മേഘം ഉയർന്നപ്പോൾ അവർ പ്രിപ്പയർഡായി. മേഘം മുന്നോട്ട് ചലിച്ചപ്പോൾ അവരും ചലിച്ചു. മേഘം നിന്നപ്പോൾ അവർ നിന്നു. മേഘം താന്നിറങ്ങിയപ്പോൾ അവർ കൂടാരം അടിച്ചു. ദൈവം നമ്മളെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ഗൈഡൻസിനോട് ചേർന്ന് നമ്മൾ എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് എന്നതിൻ്റെ നല്ല തെളിവാണ് ഈ മേഘം. മൂന്നാമത്തത്, മേഘം ദൈവാശ്രയത്വം പഠിപ്പിക്കുന്നുണ്ട്. മേഘം ആക്ച്വലി ദി ക്ലൗഡ് ഈസ് ടീച്ചിങ് അസ് ട്രസ്റ്റ്. ദൈവത്തിലേക്ക് എങ്ങനെയാണ് ഇങ്ങനെ ശരണപ്പെടേണ്ടതെന്ന് ഈ മേഘം നമ്മളെ, ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തോട് ബന്ധപ്പെടുത്തി നോക്കുമ്പോഴാണ് കേട്ടോ. ഞാനിത് ബൈബിൾ വെച്ച് പറയുന്നു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിലേക്ക് നോക്കിക്കുക. അതായത് ഇവരുടെ യാത്രയെ നിർണയിച്ച ഘടകം എന്താ? കാലാവസ്ഥയല്ല. കാലാവസ്ഥ നോക്കിയിട്ട് അയ്യോ നാളെ ഇവിടെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, നമുക്ക് ഇന്നേ എടുത്തുകൊണ്ട് ഓടാം, അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇവരുടെ കംഫർട്ടല്ല, ഒരു കാറ്റ് വീശുന്നുണ്ട്, എനിക്ക് ഈ കാറ്റടിച്ചാൽ ചെവിവേദന എടുക്കും, പോയേക്കാം. കംഫർട്ടല്ല. പേഴ്സണൽ പ്ലാൻസ് അല്ല, നാളെ അവിടെ എത്തിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ല. മോശയുടെ നിർദ്ദേശം പോലും അല്ല, മറിച്ച് മേഘം തീരുമാനിച്ചു. മേഘം പറഞ്ഞതനുസരിച്ചാണ്. ചില നേരത്ത് ഒരു ദിവസം നിന്നു. നിങ്ങൾ ഓർത്ത് നോക്കണേ, വാഗ്ദാന ദേശത്തേക്ക് യാത്ര ചെയ്യുക, ആരായാലും തിടുക്കത്തിൽ പോകത്തില്ലേ? ചിലപ്പോൾ അവർ 1 ദിവസം നിന്നു, ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ അതിനുമേറെ അവരിങ്ങനെ കാത്തിരുന്നു. അവരിങ്ങനെ, അത് എവിടെ കിടപ്പുണ്ട്? നമ്മൾ ഇന്ന് വായിച്ച അധ്യായത്തിൻ്റെ അവസാനത്തേക്ക് നോക്കിക്കേ. അത് നമുക്കിന്ന് വായനയിലില്ല, സ്റ്റിലൊന്ന് വായിച്ചു നോക്കാം. 9:22 സംഖ്യ 9:22. മേഘം 2 ദിവസമോ 1 മാസമോ അതിൽ കൂടുതലോ കൂടാരത്തിൻ്റെ മുകളിൽ നിന്നാലും അവർ യാത്ര തുടരാതെ പാളയത്തിൽ തന്നെ വസിക്കും. മേഘമുയരുമ്പോൾ അവർ യാത്ര തുടരും. മേഘം കർത്താവിൽ ആശ്രയിക്കുന്നതിൻ്റെ തെളിവാണ്, അതിൻ്റെ സൂചനയാണ്. പൂർണ്ണമായിട്ടും, അതായത് നമ്മുടെ വേഗതയിലല്ല കാര്യങ്ങൾ നടക്കേണ്ടത്, ദൈവത്തിൻ്റെ വേഗതയിലാണ്. അതിൻ്റെ നല്ല തെളിവാണ് മേഘം. അതാണ് ദൈവാശ്രയത്വം. ഗോഡ് ലീഡ്സ് അസ് അറ്റ് ഹിസ് പേസ്, നോട്ട് ഇൻ അവർ പേസ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ദ്രുതഗതിയുണ്ട്, നാളെ ആ കാര്യം നടക്കണം, അങ്ങനല്ല. ദൈവത്തിന് മറ്റൊരു വേഗതയുണ്ട്. ഗോഡ്സ് പേസ്, ദൈവത്തിൻ്റെ വേഗത. അതിനെക്കുറിച്ച് ധ്യാനം ഉണ്ടാകണം നമുക്ക്. നമ്മൾ പലപ്പോഴും തീരുമാനിക്കുന്നത്, ചേട്ടാ വാഗ്ദാന ദേശത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഇറക്കിയതല്ലേ, എന്താ എത്താത്ത, അങ്ങോട്ട് പോകും, എന്തിനാന്ന് ഇവിടെ ഈ താമസിച്ച് കിടക്കുന്നത്, നമുക്ക് കഴിഞ്ഞല്ലോ, ഇവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തില്ല, ആവശ്യം റെസ്റ്റ് കിട്ടിയില്ലേ, പോയേക്കാം. കംഫർട്ട് കിട്ടിയില്ലേ, പോയേക്കാം. നോ നോ നോ. ദൈവത്തിൻ്റെ ഗോഡ് ഗൈഡ്സ് ഹിസ് പീപ്പിൾ ഇൻ ഹിസ് പേസ്, നോട്ട് ഇൻ അവർ പേസ്. ദൈവത്തിൻ്റെ വേഗതയിലാണ് നമ്മൾ നടത്തുന്നത്. ചില നേരത്ത്
മേഘം എന്തിനാ കാത്തിരിക്കുന്നറിയാവോ? നിങ്ങൾ ചിലപ്പോൾ നമുക്ക് ഓർക്കുന്ന ദൈവം എന്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, നാളെയും കൂടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ, നാളെ അടുത്ത പരിപാടിക്ക് ഇറങ്ങാമായിരുന്നല്ലോ. ചില നേരത്ത് സംടൈംസ് ക്ലൗഡ് വെയിറ്റ്സ്, മേഘം കാത്തിരിക്കുകയാണ് അനങ്ങാതെ. എന്തിനറിയാമോ? ടു ഹീൽ, മുറിവുണങ്ങാനുള്ള സമയമാണ്. ടു പ്രിപ്പയർ, ഒരുങ്ങാനുള്ള സമയമാണ്. ടു സ്ട്രെങ്തൻ, ബലം ശക്തി ആർജിക്കാനുള്ള സമയമാണ്. ഈ മേഘം നിശ്ചലമായി നിൽക്കുന്ന കർത്താവ് നമ്മളോട് നിശ്ചലരായിരിക്കാൻ പറയുന്ന നേരം, മുറിവുണക്കാൻ, ശക്തി സ്വീകരിക്കാൻ, ഒരുങ്ങാനൊക്കെയുള്ള സമയമാണ്. ചില നേരത്ത് മേഘം പെട്ടെന്ന് പോകും, ഓടിക്കൊള്ളാൻ പറയും. അപ്പം നമ്മൾ റെഡിയല്ല. മേഘം ഉയർന്നു പറയും, ഓടാ എന്ന് പറയും. എന്താ കാര്യം അറിയാമോ? അതിൻ്റെ അർത്ഥം ഈ ചില ഇടങ്ങളിലെ കംഫർട്ടുകളിൽ നമ്മൾ ഉടക്കിക്കിടക്കരുത്. ടു പ്രിവെൻറ്റ് അസ് ഇൻ സെറ്റിലിംഗ് വെയർ വി ഡു നോട്ട് ബിലോങ്. നമ്മൾ അവിടത്തേക്കുള്ളവരല്ല, നമ്മൾ ഈ മരുഭൂമിക്കുള്ളവരല്ല, നമ്മൾ വാഗ്ദാന ദേശത്തിനുള്ളവരാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഓർത്തേക്കണേ, നമ്മൾ ഇവിടത്തേക്കുള്ളവരല്ല, നമ്മൾ കർത്താവിൻ്റെ വാഗ്ദാനത്തിനുള്ളവരാണ്. ഏതാണത്? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് ചില നേരത്ത് മേഘം ഉയർന്നിട്ട് നടക്കണമെന്ന് പറയുമ്പോൾ ഓർത്തേക്കണം, നമ്മുടെ ലക്ഷ്യം ഇതല്ല. അതുകൊണ്ടാണ് ഇവിടെ കംഫർട്ടബിൾ ആകരുത് നമ്മൾ. യെസ്. ഇനി സഭാപിതാക്കന്മാരിൽ ഗ്രിഗറി ഓഫ് നൈസ ഈ മേഘത്തെക്കുറിച്ച്, നിങ്ങളിപ്പോൾ 3 കാര്യങ്ങൾ മേഘത്തെക്കുറിച്ച് നമ്മളിപ്പോൾ കേട്ടു. അത് 3 ഡയമെൻഷൻ. 1, മേഘം ദൈവത്തിൻ്റെ സാമീപ്യമാണ്, ഗോഡ്സ് നിയർനെസ്. 2, ഗോഡ്സ് ഗൈഡൻസ്. 3-മത്തത് ട്രസ്റ്റിംഗ് അപ്പോൺ ഗോഡ്, ദൈവത്തിലങ്ങ് ആശ്രയിക്കുക. എനിക്ക് നാളെ എഴുന്നേറ്റ് ഓടാൻ തോന്നും, പക്ഷേ ദൈവം പറഞ്ഞിട്ട് ഞാൻ ഓടത്തുള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ഗ്രിഗറി ഓഫ് നൈസ ഇതിന് ഉപയോഗിക്കുന്ന വാക്കുണ്ട് മിസ്റ്റിക്കൽ ഡാർക്ക്നെസ്, മൗതികമായ ഒരു ഇരുട്ടാണ് ഈ മേഘം. കാരണം ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ആ ഇരുട്ടനുഭവത്തിലാണ് നീ കർത്താവിൻ്റെ ഹൃദയം മനസ്സിലാക്കുന്നത്, കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കുന്നത്. അത്ര മിസ്റ്റിക്കൽ ഡാർക്ക്നെസ്, മേഘത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി നിങ്ങൾ ഓർത്തേക്കരുത് ഇവിടെ മാത്രമേ ബൈബിളിൽ മേഘമുള്ളൂ എന്ന് കേട്ടോ. ബൈബിളിൽ ആകമാനം ഒരു മേഘമുണ്ട്. ബൈബിളിൽ ആകമാനം സീനായിൽ കൽപ്പന കൊടുത്ത മലയിൽ മേഘമുണ്ട്. ഈ മരുഭൂമി യാത്രയിൽ മേഘമുണ്ട്. സോളമൻ്റെ ടെമ്പിളിൽ, സോളമൻ പണിത ദേവാലയത്തിൽ മേഘമുണ്ട്. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇനി പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ മേഘമുണ്ട്. ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ മത്തായി 17:5 മേഘം അവരെ പൊതിഞ്ഞു. നോക്കിക്കേ, അവിടെ പൊതിഞ്ഞ അതേ മേഘം ഇവിടെ ഈശോയെ പൊതിയാണ്, വെളിപ്പെടുകയാണ്. ദേവാലയം എന്താണ്? ഇതാണ് നമ്മുടെ പള്ളിക്കൂദാശക്കാലത്തിൻ്റെ യാത്രയുടെ ടോൺ. മേഘം പൊതിയുന്നു. എന്തിനെ? ഈശോയെ. മേഘം പൊതിയുന്നു. ഇനിയും സ്വർഗാരോഹണ വേളയിൽ അവൻ ഉയർത്തപ്പെടുന്നത് മേഘങ്ങളിലേക്കാണ്. ഇനി അവൻ തിരിച്ചു വരാൻ പോകുന്നത് മേഘത്തിലാണ്. മത്തായി 24:30 മേഘങ്ങളിൽ അവൻ തിരിച്ചു വരും. അപ്പോൾ ഈ മേഘം അത് ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ മിശിഹ തന്നെ ആവുകയാണ്. മിശിഹായുടെ മഹത്വത്തിൻ്റെ സൂചനയായിട്ട് മേഘം മാറുകയാണ്. ഇന്നും മേഘം കണ്ട് നടക്കണമെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശത്തിൽ നടക്കണം എന്നുകൂടി അതിനർത്ഥം വരികയാണ്. പഴയ നിയമം പുതിയ നിയമത്തോട് കണക്റ്റഡ് ആകുന്നു. അവിടെ മേഘം, ഇവിടെ ഈശോയുടെ മഹത്വമാകുന്നു. ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ്, മിശിഹായുടെ മഹത്വമായിട്ടത് മാറുന്നു. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക്, അനുദിന ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിലേക്ക് 1-2 ധ്യാനങ്ങളാകാം. 2-3 കാര്യങ്ങൾ, 4-5 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ധ്യാനം, ഇന്ന് നമ്മൾ കേട്ട ഈ ധ്യാനമില്ലേ, മേഘം ഇസ്രായേലിനെ നിർണയിക്കുന്ന, അവരുടെ യാത്രയുടെ വേഗത തീരുമാനിക്കുന്ന, എപ്പോൾ എങ്ങനെ എങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഈ മേഘമില്ലേ, നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് കണക്റ്റഡായി കിടക്കുന്നത്? ധ്യാനപൂർവ്വം കേട്ടെ. 1-മത്തത്, ഗോഡ്സ് പ്രസൻറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടെയുണ്ട്. ചിലപ്പോൾ നീ അത് കാണുന്നില്ലെന്നേ ഉള്ളൂ, ചിലപ്പോൾ അത് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു മേഘമായി അവൻ നമ്മളെ പൊതിയുന്നുണ്ടെന്ന് വിശ്വസിക്കുക. ഗോഡ്സ് പ്രസൻസ് ഈസ് കോൺസ്റ്റൻറ്റ്. 2, ഗോഡ് ലീഡ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ദൈവം നമ്മളെ നയിക്കുന്നത് ഓരോ ചുവട്. നിങ്ങൾ തിരക്ക് പിടിക്കരുത്. ഒറ്റയടിക്ക് കാനന്തശത്തേക്ക് ചെന്ന് കയറാമെന്ന് വിചാരിക്കരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി, ഇന്നലത്തേതിലും ഞാൻ ഇന്ന് മെച്ചമാണ്. കാരണം കർത്താവ് എന്നെ ഓരോ ചുവട് വെച്ചാണ് നടത്തുന്നത്. നാളെ എത്ര ദൂരമുണ്ട്, നാളത്തെ ചലഞ്ചസ് എന്തൊക്കെയാണ്, നാളെ എവിടെയാണ് ക്യാമ്പ് ചെയ്യേണ്ടത്, ഒന്നും നമുക്കറിയത്തില്ല. മേഘം നയിക്കും ഓരോ ചുവട് വെച്ച്. കർത്താവിൻ്റെ പരിപാലനയിൽ യു വിൽ ബി ഗൈഡഡ് അണ്ടർ ദ പ്രൊവിഡൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരിപാലനയുടെ കീഴെ നീ നയിക്കപ്പെടും എന്ന് വിചാരിക്കണം. അപ്പോൾ 1-മത്തത്, ഗോഡ്സ് പ്രസൻസ് ഈസ് കോൺസ്റ്റൻറ്റ്. കർത്താവ് എപ്പോഴും കൂടെയുണ്ട്.
2, ലീഡ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഘട്ടം ഘട്ടമായിട്ടാണ് ദൈവം നമ്മളെ നയിക്കുന്നത്. മൂന്നാമത്തെ ഒരെണ്ണമുണ്ടല്ലോ, ഇത് വളരെ ഒരുപക്ഷെ എനിക്ക് ഇന്നത്തെ ഈ ധ്യാനത്തിൽ, ഇന്നത്തെ ബ്ലസ് 364 എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയൊരു ചിന്ത അടുത്തതാണ്. മൂന്നാമത്താണ് പ്രാക്ടിക്കൽ. ഇത്രയേ ഉള്ളത്. വെയിറ്റിംഗ് ഈസ് വർഷിപ്പ്. വെയിറ്റിംഗ് ഈസ് ഹോളി. വെയിറ്റിംഗ് ഈസ് വർഷിപ്പ്. ഇവർ 1 ദിവസം, 2 ദിവസം, 1 മാസം, ചിലപ്പോഴൊക്കെ 1 മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് താവളം അടിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? അനങ്ങിയിട്ടില്ല. കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പ് എന്തായിരുന്നു? ആ കാത്തിരിപ്പ് ആരാധനയായിരുന്നു. ആ കാത്തിരിപ്പിന് നേരത്ത് അവരെന്താ ചെയ്തിരുന്നത്? ആ കാത്തിരിപ്പിന്റെ നേരത്ത് വാഗ്ദാന പേടകത്തിൽ, സമാഗമ കൂടാരത്തിൽ വാഗ്ദാന പേടകത്തിന് മുമ്പാകെ അവര് പല ലെയേഴ്സായിട്ട് അവരുടെ ഘടന പോലെ നിന്ന് ആരാധന ഉയർത്തിക്കൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുകയെ, എന്തോ ഒരു കാര്യം കാത്തിരിക്കുകയല്ലേ. ഇവിടെ നിന്നൊന്നും അനങ്ങുന്നില്ലല്ലോ കർത്താവേ, ഇവിടെ സ്റ്റില്ലായി പോയല്ലോ ഈശോയെ എന്ന് വിചാരിച്ചിരിക്കുകയല്ലേ. അടുത്ത ചുവട് വയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആവതില്ലാതെ കേണ് പ്രാർത്ഥിക്കുന്ന നേരമല്ലേ ഈ നേരത്ത്. ഈ നേരത്ത് ഓർക്കേണ്ടത്, വെയിറ്റിംഗ് ഇസ് നോട്ട് എ ടൈം ഫോർ ഡിസപ്പോയിൻമെന്റ്. കാത്തിരിപ്പിന്റെ നേരം നിരാശയുടെ നേരമല്ല. ഇസ്രായേൽ പഠിപ്പിക്കുന്നു. ഈ വിൽഡർനെസ്സിലൂടെയുള്ള, മരുഭൂമിയിലൂടെയുള്ള യാത്ര നമ്മളെ പഠിപ്പിക്കുന്നു. വെയിറ്റിംഗ് ഈസ് ഹോളി ആൻഡ് വെയിറ്റിംഗ് ഈസ് വർഷിപ്പ്. കാത്തിരിപ്പ് വിശുദ്ധമാണ്. കാത്തിരിപ്പ് ആരാധനയാണ്. ആ കാത്തിരിപ്പിന്റെ ഇടവേളയിലാണ് ആരാധന ഉയരേണ്ടത് എന്നോർത്തേക്കണേ. വെയിറ്റിംഗ് ടൈം വാസ് നോട്ട് വേസ്റ്റഡ്, ഇറ്റ് വാസ് വർഷിപ്പ്. കാത്തിരിപ്പിന്റെ നേരം നഷ്ടത്തിന്റെ നേരമല്ല. യാത്രയിൽ ഒരു പക്ഷേ ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പോൾ ഒന്ന് സ്റ്റക്കായി പോയോ, സ്റ്റില്ലായി പോയോ, ഒന്നും നടക്കുന്നില്ലേ? സാറില്ല. ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു വർഷിപ്പ്. ദൈവത്തെ ആരാധിക്കാനുള്ള നല്ല സമയം കർത്താവ് ഒരുക്കി എന്ന് വിചാരിച്ച് ആരാധനയോടെ ഇരുന്നേ. മേഘമുയരും. തക്ക സമയത്ത് മേഘമുയരും, നിന്റെ മുമ്പേ നടക്കും. തക്ക സമയത്ത് മേഘമുയരും, കർത്താവിൻ്റെ സാന്നിധ്യം ഉയരും, നിന്നെ നയിക്കും. ഇനി ശരിക്കും ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൈഡിങ് ഫാക്ടർ എന്നറിയാമോ? നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ഒബീഡിയൻസ്, അനുസരണത്തേലാണ് ഈ യാത്ര ചെയ്യേണ്ടത് കേട്ടോ. പൂർണ്ണമായ അനുസരണം. ഇവിടെ കംഫർട്ട്, എൻ്റെ സൗകര്യം, എൻ്റെ മെച്ചമല്ല. അനുസരണത്തേൽ കർത്താവ് നമ്മളെ നയിക്കും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബേസിക് സ്വഭാവമാണ് ദൈവത്തോടുള്ള അനുസരണമെന്ന് തിരിച്ചറിയണം. ഇനി മിശിഹായാണ് നമ്മുടെ മേഘം. അവസാനിക്കുകയാണ് നമ്മുടെ ധ്യാനം. അവസാനിക്കുമ്പോൾ ഇത്രയും ഓർക്കണേ, മിശിഹായാണ് നമ്മുടെ മേഘം. പഴയ നിയമത്തിൽ മേഘം അങ്ങനെ, പഴയ നിയമം നിഴലാണ്, പുതിയ നിയമം യാഥാർത്ഥ്യമാണ്. നമ്മൾ കണ്ടു രൂപാന്തരീകരണ മലയിലെ മേഘം, സ്വർഗാരോഹണ വേളയിലെ മേഘം, ഒടുവിലവൻ വാനമേഘങ്ങളിൽ വരാൻ പോകുന്നതും. കർത്താവിൻ്റെ മഹത്വമാണ് ഈ മേഘം. അപ്പോൾ ആ മഹത്വത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കണം. എങ്ങനെയാണത്? തിരുവചനത്തിൽ വിശുദ്ധ പാരമ്പര്യങ്ങളോട് ചേർന്ന്, പരിശുദ്ധ സഭയോട് ചേർന്ന്, വിശുദ്ധ കൂദാശകളോട് ചേർന്ന് നമ്മൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് കുറുകുന്നുണ്ട്. അവാജ്യമാ നെടുവീർപ്പോടെ പ്രാർത്ഥന ഉയർത്തുന്നു പറയുന്നത് പോലെ തന്നെ നമ്മൾ മനസാക്ഷിയുടെ സ്വരമായി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ആ സാന്നിധ്യത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒരു വേള ഇന്നത്തെ ഈ ധ്യാനം, ഒരുപാട് പേരിങ്ങനെ സ്റ്റക്കായിട്ട് മരുഭൂമി അനുഭവത്തിൽ നിൽക്കുന്നവരുണ്ട്. നമ്മുടെ തന്നെ സഹയാത്രികർ, നമ്മളെ കേൾക്കുന്നവർ, നമുക്കറിയാവുന്ന ഒത്തിരി പേര്, അവരിലേക്ക് ഈ ദൂത് എത്തിക്കുക. മരുഭൂമിയിൽ എവിടെയോ സ്റ്റക്കായിട്ട് നിന്നു പോയവരോട് പറയണം, കാത്തിരിപ്പിൻ്റെ നേരം ആരാധനയുടെ നേരമാകട്ടെ. കർത്താവേ, നിന്റെ സാന്നിധ്യം, നിന്റെ മഹത്വം ഞങ്ങളെ നയിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, നീ നയിക്കുന്നിടത്ത് നീ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. കർത്താവേ, നീ നയിക്കുന്നിടത്ത് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നീ നിൽക്കുന്നിടത്ത്, മേഘം സ്റ്റില്ലാകുന്നിടത്ത് നീ ഞങ്ങളെ സംരക്ഷിക്കും. മേഘമുയരുന്നിടത്ത് ഞങ്ങളെ നീ യാത്രയ്ക്ക് ഒരുക്കും. കർത്താവേ, നിന്റെ സംരക്ഷണത്തിൻ്റെ കീഴിൽ ഞങ്ങളെപ്പോഴും ആയിരിക്കട്ടെ. മുഴുവൻ വഴിയും ലക്ഷ്യവും ഞങ്ങൾ കാണുന്നില്ലെങ്കിലും, ഇസ്രായേൽ ജനം വാഗ്ദാന ദേശം കണ്ടില്ലെങ്കിലും, അവർ മേഘം കണ്ടല്ലോ. മേഘം കണ്ട് നടന്നവരൊടുക്കം വാഗ്ദാന ദേശം കണ്ടല്ലോ. വഴി മുഴുവൻ ഞങ്ങളുടെ കണ്ണിൽ തെളിയുന്നില്ല, ലക്ഷ്യം ഞങ്ങൾ കാണുന്നില്ല. മിശിഹായെ, നിന്നെ കണ്ട് നടക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.